എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അനാചാരമെന്ന് പറയുന്നതിനെതിരെ വിപ്ലവത്തിന്റെ പടകപ്പുറപ്പാട്ട് പാടണം. മോനെ, അവിടെ വരുന്ന പെണ്ണുങ്ങളെ കാണാനും പെണ്ണുങ്ങളെ ദർശിക്കാനും ഇന്ന് ചെറുപ്പക്കാരന് സുന്ദരി പെണ്ണുങ്ങളുടെ മുമ്പിൽ ആളാവണം. അതിനെ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ എത്രയാ! അത് നേർച്ചയായാലും വേണ്ടില്ല, അത് നിക്കാഹായാലും വേണ്ടില്ല. വളരെ സങ്കടത്തോടെ ഞാൻ പറയാ, ഇന്ന് രാവിലെ ഫേസ്ബുക്ക് തുറക്കുമ്പോ ഫേസ്ബുക്കിൽ ഒരു വലിയ ചിത്രം കണ്ടു. എവിടെയാന്ന് എനിക്കറിയില്ല, സ്ഥലമെന്ന് എനിക്കറിയില്ല. ഒരു പുതിയാപ്പിളെ പെണ്ണ് കെട്ടാൻ വേണ്ടി കൂട്ടുകാരാനയിച്ചു കൊണ്ടുപോവുകയാ. പുതിയാപ്പിള നല്ല ചെറുക്കന്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, കോട്ട് സൂട്ടും ധരിച്ചിട്ടുണ്ട്. അവനെ നിക്കാഹിന്റെ വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നവന്റെ തെമ്മാടി കുട്ടികള് അവരിട്ടിരിക്കുന്ന വസ്ത്രമേതെന്നറിയോ? അത് ജയിൽവാസിയുടെ വസ്ത്രമാ. ഓരോ ജയിൽവാസിക്കും കൊടുത്തിരിക്കുന്ന യൂണിഫോം ഇട്ടിട്ട് അതിന്റെ മുകളിൽ ജയിലിന്റെ നമ്പരും എഴുതി 19, 20, 30, 31 സാധാരണ ജയിലിൽ കിടക്കുന്നവന്റെ വേഷമേതാണോ ആ വേഷം ധരിച്ചിട്ട് പുതിയാപ്പിളെ നിക്കാഹിനാണ് ഈക്കുന്ന ചെറുപ്പക്കാരുടെ ചിത്രം കണ്ടപ്പോ പരസ്യമായിട്ട് തന്നെ പറയാ, നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്ത് പറ്റിപ്പോയി? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് വേണ്ടി പോകുമ്പോ അന്നിക്കാഹുമിന് സുന്നത്തി, നിക്കാഹിന്റെ സുന്നത്തിൽ പെട്ടതാ. നിക്കാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലേ ചെറുപ്പക്കാരാ? ആ സുന്നത്ത് കർമ്മത്തിന് വേണ്ടി ഹബീബായ നബി തങ്ങളുടെ സുന്നത്തിന് വേണ്ടി പോകുമ്പോ ജയിലിന്റെ വേഷം വിട്ടുകൊണ്ട് നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, അതിലൂടെ അവര് പറയുന്നതെന്താ? ഇവൻ പെണ്ണ് കെട്ടുന്നത് പോലെ അവൻ ജയിലിൽ അടക്കപ്പെടുകയാ. ഇനി അവന് പെണ്ണിന്റെ കയ്യിൽ നിന്ന് മോചനമില്ല. ഇതൊക്കെ ചെറുപ്പക്കാരുടെ മിഥ്യാധാരണയാ. ലോകത്തിന്റെ ഏറ്റവും വലിയ സുഖരസത്തിന്റെ സൗഹാർദ്ദബോധിയുടെ മൗനാനുരാഗത്തിന്റെ സ്വർഗം തീർക്കുന്നത് ഭാര്യയും ഭർത്താവും ഇരിക്കുന്ന ബെഡ്റൂമിലാ. അത് നിനക്ക് ജയിലറയായി തോന്നാൽ എല്ലാവർക്കും അത് ജയിലറയല്ല. അത് ചില ആളുകളുടെ സ്വർഗമാണ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ചേർന്നിരിക്കുന്ന അവരുടെ ശരീരം ചേർന്നിരിക്കുന്ന നിമിഷങ്ങൾ സ്വർഗമായി മാറുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തുറന്നു പറയട്ടെ, വിവാഹവേദിയിൽ ക്രിസ്ത്യാനികളായ ചെറുപ്പക്കാർ ആഭാസം കാണിക്കാറില്ല. ഹൈന്ദവ ചെറുപ്പക്കാർ ഈ ആഭാസം കാണിക്കാറില്ല. എന്നാൽ അവർക്ക് ഈ നിക്കാഹ് സുന്നത്തുമല്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണെന്ന് പറഞ്ഞ ആ സമയത്ത് ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത, ആ സമയത്ത് ദുആകളായ സുന്നത്തായ ദുആകൾ പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ മുസ്ലിം ചെറുപ്പക്കാർ ഇത്ര വലിയ ആഭാസം കല്യാണവുമായി ബന്ധപ്പെട്ട് കാണിക്കുമ്പോ ഹിന്ദുക്കൾ കല്യാണം നടത്തുന്നത് പവിത്രമായിട്ടാണ്, ക്രിസ്ത്യാനികളെ നിക്കാഹ് നടത്തുന്നത് പവിത്രമായിട്ടാണ്. എടാ മുസ്ലിം ചെറുപ്പക്കാരാ, എന്തേ നിനക്ക് സംഭവിച്ചു പോയി? അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ ഓർമ്മിപ്പിച്ചു തരട്ടെ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, സഈർ എന്ന് പറയുന്ന നരകത്തിൽ കയറുന്നത് ലൗ കുന്നാ നസ്മഉ ഔ നഅഖലു മാ കുന്നാ ഫീ അസ്ഹാബി സഈർ. എത്ര പറഞ്ഞു കൊടുത്താലും എത്ര കേട്ടാലും അത് മനസ്സിലാക്കി തെറ്റിൽ നിന്ന് തിരിച്ചു വരാതെ അതേ തെറ്റിലൂടെ നടക്കുന്നവരാണ് സഈർ എന്ന നരകത്തിന്റെ ഭാഗത്ത് കിടക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഏത് അനാചാരത്തെ കുറിച്ച് പറഞ്ഞാലും പറയണവരെ വിമർശിക്കാനല്ലാതെ, എന്നാൽ നിങ്ങൾ കല്യാണത്തിന്, ഹിന്ദുക്കളുടെ കല്യാണത്തിന് പോയി ഏതെങ്കിലും ഹിന്ദു ചെറുപ്പക്കാരായ കുട്ടികള് ഈ കോമാളിത്തരം കാണിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ക്രിസ്ത്യാനികളുടെ കല്യാണത്തിന് പോയി അവരുടെ പള്ളിയുടെ ഉള്ളിലാണ് അവരുടെ കല്യാണം നടക്കുക. ഏതെങ്കിലും ക്രിസ്തീയ ചെറുപ്പക്കാര് കല്യാണത്തിന് തെമ്മാടിത്തരം കാണിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അവരെ കല്യാണം ഖുർആനും ഹദീസും പറഞ്ഞ പോലെയാണോ? അല്ല. ഖുർആനും ഹദീസും പറഞ്ഞതുപോലെ നിക്കാഹ് നടത്തണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ മുസ്ലിം യുവതക്ക് എന്ത് സംഭവിച്ചു പോയി? ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ നടത്തുന്ന തെമ്മാടി കൂട്ടങ്ങൾ, ഇത് കോമാളിത്തരമാണ്, ഇത് ആഭാസത്തരമാണ്. കുറച്ചാളുകളുടെ മുമ്പിൽ ഞെളിയാനാണെങ്കിൽ ഇനിയിപ്പോ നാളെ എന്റെ ഫേസ്ബുക്കിൽ പിടിച്ചിട്ട് എന്നെ കുറെ തെറി പറഞ്ഞാലും എനിക്കിതൊന്നൊരു വിഷയമല്ല. ഈ ഒരു ആഭാസത്തിൽ നിന്ന് സമൂഹം മാറണം. പള്ളി കമ്മിറ്റിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, പള്ളിയുടെ ഇമാമിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവർ വളർന്നു കഴിഞ്ഞു. ഒരു മഹൽ ഒരു സംവിധാനം കൊണ്ടുവന്നാൽ അതിനെയും ഇവർ മറികടക്കും.
പക്ഷേ ക്രിസ്ത്യാനികൾ അച്ഛന്റെ മുമ്പിൽ പോയിട്ട് അവന്മാർ കാണിക്കുവോ? ഇല്ല. പള്ളിക്കമ്മിറ്റി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഇമാമിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇത് തെറ്റാന്ന് ഇമാം പറഞ്ഞാൽ ഇമാം അടുത്ത ദിവസം അടുത്ത പള്ളി നോക്കണം. കഴിയില്ല തെമ്മാടിത്തരത്തിന് കൂട്ടുകൂടാൻ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നാളെ എന്നെ തെറി വിളിക്കാം, എനിക്കതൊരു പ്രശ്നമേ അല്ല. ഞാൻ ഇഷ്ടം പോലെ അത് കേൾക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഇനി കേൾക്കാനുള്ള നല്ല പവർ നെഞ്ചിനുണ്ട്. ഇനി കേൾക്കാൻ ഒരു പ്രശ്നമില്ല. വാക്കവിക്ക് പിരിച്ചു കൊടുക്കുന്നതിനനുസരിച്ചാണ് കമ്മീഷൻ. പറഞ്ഞോളീൻ കുഞ്ഞുങ്ങളെ, ധാരാളമായിട്ട് പറഞ്ഞോളീൻ. ഒരു ജോലി ഇല്ലെങ്കിൽ പിന്നെ അതല്ലേ പറയല് ജോലിയുള്ളൂ. ഞാൻ എപ്പോഴും ദുആ ചെയ്യും, മഹല്ലി ഖത്തീബായി ജോലി ഏറ്റെടുത്താൽ ആദ്യം എന്റെ ദുആ, പടച്ചോനെ ഈ മഹലിലുള്ള മുഴുവൻ ആളുകൾക്ക് നീ എന്തെങ്കിലും ജോലി കൊടുക്കണേ അല്ലാഹു എന്ന്. ഒരു ജോലി ഇല്ലെങ്കിൽ പള്ളിയിൽ മുലിയാരെടുത്ത് മക്കിട്ട് കയറാൻ പറ്റും. ആ മഹലിലുള്ള മുഴുവൻ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ജോലി, അതിപ്പോ മുട്ടയുടെ കൂടെ പറിക്കണ ജോലിയാണെങ്കിൽ അതുമായിട്ട് പോയാൽ അങ്ങ് പൊക്കോളും, വലിയ ശല്യം ഇല്ല. ഈ ഒരു ജോലി ഇല്ലാതെ നടക്കുമ്പോഴാണ് നാട്ടുകാർക്ക് ശല്യം, വീട്ടുകാർക്ക് ശല്യം, ലോകത്ത് മുഴുവന് ശല്യം. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവണം. അള്ളാഹു എല്ലാവർക്കും ഓരോ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ജോലി ഇല്ലാത്തവനാണ് മുക്രിയുടെ മുണ്ടിന്റെ കോന്തല മേപ്പോട്ടാണോ, ഇനി വാക്കവിക്ക് കിട്ടിയ കമ്മീഷൻ എത്രയാ? എന്റെ പൊന്നു, ഇതൊക്കെ നിർത്താറായില്ലേ? എന്നോട് ഇവിടെ സംഘാടകൻ ഉസ്താദ് അതൊന്ന് പറയണം. ഞാൻ പറഞ്ഞു മടുത്തിന്, എന്തിനാ എന്നെ കൊണ്ട് പറയിപ്പിക്കണേ? അതവര് പറഞ്ഞു നടക്കട്ടെ. ഈ കൂട്ടിൽ വിസർജിക്കുന്ന ജീവിയുടെ പൃഷ്ഠം കഴുകിയിട്ട് കാര്യമുണ്ടോ? കിടക്കുന്നിടത്ത് തന്നെ വിസർജനം ചെയ്യുന്ന ജീവിയുടെ പൃഷ്ഠം കഴുകിയിട്ട് കാര്യമുണ്ടോ? അത് കഴുകിയാലും പിന്നെ ആ കാഷ്ടത്തിലല്ലേ പോയിരിക്കൂ. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞു നോത്തിട്ട് ഇവരിത് മാറ്റുവോ? ഇല്ല, അവര് വീണ്ടും അത് പറയും. അപ്പൊ അതുകൊണ്ട് കൂട്ടിക്കിടന്ന് വിസർജിക്കുന്ന ജീവിയുടെ പൃഷ്ഠകഴുകല് വെറും പാഴ്വാക്കാൻ. അത് അങ്ങനെ തന്നെ, അത് കാട്ടിക്കട്ടെ, അവിടെ തന്നെ കിടക്കട്ടെ, പിന്നെയും ചെരിയട്ടെ മടയട്ടെ, അതേ പറ്റൂ. അതിനെ കഴുകിയാൽ നമ്മുടെ ഈ മുബാറക്കായ കൈ പോകുന്നുള്ളൂ. ഇത് ഒതുകൊടുക്കാനുള്ള കൈയല്ലേ? അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ